ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് വർക്കിന് വന്നേക്കുന്ന വണ്ടി മാരുതി 800 ആണ്. ഇത് ഫുള്ളി മോഡിഫിക്കേഷൻ ഒന്നും അല്ല, ജസ്റ്റ് ഇതിന്റെ പെയിന്റ് ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ ഇന്റീരിയറെല്ലാം അത്യാവശ്യം മോശം കണ്ടീഷൻ ആണ്. അതെല്ലാം ബോഡി പണിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഇത് പെയിന്റിങ്ങിന് കൊണ്ടുപോകണം. ഒന്നുകൂടെ ടൈറ്റ് ചെയ്യണം. ഒന്നടിച്ച് അപ്പം വണ്ടിയുടെ ബാറ്ററി നമുക്ക് നല്ല രീതിയിൽ ഒരു പണി തന്നിട്ടുണ്ട്. നമ്മൾ പുറത്തോട്ട് ചാർജ് ചെയ്യിപ്പിച്ചതാണ്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ ബോഡി വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഇട്ടയാണ്. പാച്ച് വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇട്ടേക്കാണ്. നൈറ്റ് രാവിലെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ രാവിലെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിനാണെങ്കിൽ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഇല്ല. എല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഫുൾ പെയിന്റ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പൊ ഒരു വെറൈറ്റി കളർ പെയിന്റ് ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ബാറ്ററി നല്ല രീതിയിൽ പണിയുന്നത് കൊണ്ട് തന്നെ നമുക്കിനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വണ്ടി തള്ളിയെടുക്കുക എന്നുള്ളതാണ്, ഇടിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. നൈറ്റ് ആയതുകൊണ്ടും ഹെഡ്ലൈറ്റോ ഇൻഡിക്കേറ്റേഴ്സോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും അതും ഒരു റിസ്ക് ആണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള പ്ലാനിൽ നമ്മൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് തള്ളിയെടുക്കാന്ന് തന്നെയുള്ള പ്ലാനാണ്. എറണാകുളത്ത് പോയി ഇപ്പഴേ അടിക്കാതെ വണ്ടി സ്പീഡാവട്ടെ. ഫൈനലി വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം ഹെഡ്ലൈറ്റിന്റെ കുറവ് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഒരു ചെറിയ ബുദ്ധി എന്ന് പറയുന്നത് ടോർച്ച് കത്തിച്ച് ഫ്രണ്ടിൽ ഒരാളെ ഇരുത്തുക എന്നുള്ളതാണ്. ഫ്രണ്ടിൽ നമ്മുടെ അനിയൻ ചെറുക്കനുണ്ട്, അവനെയാണ് ഇരുത്തിയേക്കുന്നത്. സോ നമുക്ക് ഇനിയിപ്പം നേരെ പമ്പിൽ പോകണം, ഫ്യൂൽ അടിക്കണം. അപ്പം ഫ്യൂൽ ഇല്ലാത്തതിന്റെ ആണെന്നാണ് നമ്മൾ വിചാരിച്ചത്, പക്ഷെ അതല്ലായിരുന്നു. അപ്പൊ എന്തായാലും നമുക്കിനി ഫ്യൂൽ അടിച്ചിട്ട് നേരെ നമുക്ക് പെയിന്റിങ്ങിന് ബൂത്തിലോട്ടാണ് വണ്ടി കൊണ്ടുപോകുന്നത്. കുറച്ച് ലോങ് ആണ് നമുക്ക് ബൂത്ത് വരുന്നത്. ഇപ്പൊ ഫ്യൂല് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും പമ്പിലെത്തിയിട്ടുണ്ട്. എല്ലാരും കണ്ടിട്ട് വല്ലാത്ത രീതിയിലുള്ള ഒരു നോട്ടമൊക്കെയാണ്, കാരണം വണ്ടി ഇത്രയും മുഴുവൻ കളയായിട്ട് കൊണ്ടുപോകില്ലേ. അപ്പൊ എല്ലാരും ഉണ്ട് നമ്മുടെ കൂട്ടത്തില്. അപ്പം നമുക്ക് ഇനിയിപ്പം എന്തായാലും ബൂത്തിലേക്ക് പോകാം. അപ്പൊ നമുക്ക് എന്തായാലും പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ മാക്സിമം കാണിച്ചു തരാം. അപ്പൊ എല്ലാരും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ പമ്പിൽ നിന്ന് വണ്ടി എടുത്തു. നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. കാരണം ഗ്ലാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കാറ്റാണ്. അപ്പൊ പിറകെ നമ്മുടെ വണ്ടി വരുന്നുണ്ട്, നമുക്ക് തിരിച്ചു വരാനുള്ള വണ്ടി തൊട്ട് പിറകെ ഉണ്ട്. എത്രയും പെട്ടെന്ന് നമ്മുടെ ബൂത്തിൽ എത്തിക്കണം, ആ ഒരൊറ്റ മൈൻഡേ ഉള്ളൂ. അപ്പം ഇതിപ്പോ ഒരു ഷോർട്ട് കട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. മെയിൻ റോഡ് വഴി പോകുന്നത് ഭയങ്കര റിസ്ക് ആണ്, നല്ല വളവും തിരിവും, നമ്മുടെ ഹെയർ പിൻ പോലെ കിടക്കുന്ന റോഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതുവഴി പോകുന്നത് ഭയങ്കര റിസ്ക് ആണ്. ആക്സിലേറ്ററോ ബ്രേക്കോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, വണ്ടി നല്ല സ്പീഡിനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ചോക്ക് പിടിച്ചിട്ടേ. അപ്പൊ എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. ചോക്ക് ഓഫ് ചെയ്താൽ അപ്പൊ വണ്ടി ഓഫ് ആവും, അതുകൊണ്ട് പിന്നെ നമ്മൾ ചോക്ക് പിടിച്ചിട്ട് തന്നെ നേരെ പെയിന്റിംഗ് ബൂത്തിൽ കൊണ്ടിടാം. അപ്പൊ നമ്മൾ മെയിൻ റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ റോഡ് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു റോഡാണ്. അതായത് തെന്മല, ഒറ്റക്കല്, തെന്മല, തെങ്കാശി എന്നൊക്കെ ചരക്ക് ലോഡും കൊണ്ട് വരുന്ന ലോറികൾ ചീറിപ്പായുന്ന സ്ഥലങ്ങളാണ്. അത് രീതിയിൽ നല്ല വളവും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. അത്യാവശ്യം റിസ്ക് ആണ് ഈ റോഡ് ഈ ഒരു സമയത്ത് ഇങ്ങനൊരു വണ്ടിയും കൊണ്ട് പോകുന്നത്. അപ്പൊ ഇനിയിപ്പോ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമുക്ക് ബൂത്തിലോട്ടുള്ളത്. ഇനിയിപ്പോ ബൂത്തിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാമല്ലേ. അപ്പൊ നമ്മൾ എന്തായാലും പെയിന്റിംഗ് ബൂത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ. പുറമേ ഉള്ള കണ്ടീഷൻ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഇതാണ് വണ്ടിയുടെ പുറമേ ഉള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇനിയിപ്പോ ഇത് മൊത്തം പേപ്പർ പിടിച്ചിട്ട് പിന്നെ പെയിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ. ഹെഡ്ലൈറ്റ്, ബമ്പർ, കാര്യങ്ങൾ, സീറ്റ് എല്ലാം ഊരി വെച്ചേക്കാണ്. അകത്തെ കാര്യങ്ങളെല്ലാം ഇനി നമ്മൾ ഒന്നേന്ന് പറഞ്ഞ റീസെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ബൂത്തിൽ വണ്ടി ഒതുക്കിയതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് തെങ്കാശിയിലോട്ടാണ്. എല്ലാവർക്കും ബോർഡ് ചിക്കൻ കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ തെങ്കാശിയിലെ റഹ്മത്ത് ഹോട്ടലിലേക്ക് വിട്ടേക്കുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ
ദയവായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിങ്ങൾ ഇനേബിൾ ചെയ്ത് വെക്കുക. സോ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്നിലെ വീഴ്ചകളും നിങ്ങളിലെ നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബോർഡ് ചിക്കൻ കഴിക്കാൻ പോയ വിശേഷങ്ങളുടെ വീഡിയോയുമായി ഞാൻ അടുത്ത വട്ടം വരുന്നതാണ്. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആയിട്ടുള്ളത് ട്രാവലിംഗ് ഗാരേജ് എന്ന് പറയുന്ന അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്തിടുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.